വേഗം വരുന്നവനാകുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൂടി വന്ന നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ സ്നേഹവന്ദനം ചൊല്ലുന്നു. ദൈവം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം ഇന്ന് ഏൽപ്പിച്ചിട്ടുണ്ട്. അത് നമ്മുടെ എല്ലാവരുടെയും അനുഗ്രഹത്തിനായി വളരെ വേഗം നമുക്ക് വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ ദൈവം നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും. എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള എന്താണെന്ന് വെച്ചാൽ ഓരോ സന്ദേശവും അനേക ജനത്തെ രൂപാന്തരപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു സന്ദേശമല്ല, എല്ലാ സന്ദേശങ്ങളിലൂടെയും പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ജനത്തെ തൊട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നും പതിവിൽ വ്യത്യസ്തമായിട്ടല്ല, പതിവിലും അധികമായ ഒരു ദൈവ സാന്നിധ്യം നിന്നെ തൊടും. പതിവിലും അധികമായ ഒരു ദൈവ സാന്നിധ്യം നിന്റെ മേൽ ദൈവം നിറയ്ക്കും. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ ആത്മാവിൽ പറയുകയാണ്, ദൈവം ആദരിക്കത്തക്ക നിലകളിൽ കാര്യങ്ങൾക്ക് വ്യത്യാസം വരും. ദൈവം ആദരിക്കത്തക്ക നിലകളിൽ, ഞാൻ മനുഷ്യൻ ആദരിക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല പറഞ്ഞേ, ദൈവം ആദരിക്കത്തക്ക നിലകളിൽ എനിക്കത് മതി. ദൈവം ആദരിക്കത്തക്ക നിലയിൽ, ദൈവം അംഗീകരിക്കത്തക്ക നിലയിൽ. നമ്മൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ ദൈവം ആദരിക്കാത്തത് ആരെയാണെന്ന് നമ്മൾ അറിയണം. ദൈവം ആദരിക്കുന്നത് മനുഷ്യനേ ഉള്ളൂ. എന്നാൽ ദൈവം ആദരിക്കാത്തത് പലതുണ്ട്. നോക്കിയേ, ദൈവം ആദരിക്കാത്തത് പലതുണ്ട്. ദൈവം ആദരിക്കുന്നത് ഒന്നേ ഉള്ളൂ, അത് മനുഷ്യനെ. പത്രോസ് എഴുതിയ 2-ാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം. പത്രോസ് എഴുതിയ 2-ാമത്തെ ലേഖനം 2 പത്രോസ് 2:4. പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാപ്പാൻ ഏൽപ്പിക്കുകയും പുരാതന ലോകത്തെയും ആദരിക്കാതെ ഭക്തി കെട്ടവരുടെ ലോകത്തിൽ ജലപ്രളയം വരുത്തിയപ്പോൾ നീതിപ്രസംഗിയായ നോഹയെ 7 പേരോടുകൂടെയും പാലിക്കുകയും സൊദോം ഗൊമോറ എന്ന പട്ടണങ്ങളെ ഭസ്മീകരിച്ച് ഉന്മൂലനാശത്താൽ ന്യായം വിധിച്ച് മേലാൽ ഭക്തി കെട്ട് നടക്കുന്നവർക്ക് ദൃഷ്ടാന്തമായി ആക്കി വയ്ക്കുകയും അധർമ്മികളുടെ ഇടയിൽ വസിച്ചിരിക്കുമ്പോൾ നാൾതോറും അധർമ്മപ്രവൃത്തി കണ്ടും കേട്ടും തൻ്റെ നീതിയുള്ള മനസ്സിൽ നൊന്ത് അവരുടെ ദുഷ്കാമ പ്രവൃത്തിയാൽ വലഞ്ഞുപോയ നീതിമാനായ ലോത്തിനെ വിടുവിക്കുകയും ചെയ്തു. ഞാൻ 4 പറഞ്ഞെങ്കിലും ഞാൻ 8 വരെയുള്ളത് വായിച്ചു. എന്തിനാന്ന് ചോദിച്ചാൽ അത് ആ വാക്യത്തിൻ്റെ ഒരു പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ്. ഞാൻ ഈ വായിച്ച വചനം അങ്ങോട്ട് നിരത്തി വെച്ച് അങ്ങോട്ട് ഇഴ കീറി സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളിൽ പലരും കരയും. കരഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തും. എനിക്ക് ആൻഡ്രസ് ബൈസോണി പാസ്റ്റർ ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ്രസ് ബൈസോണി ഞങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും, യൂട്യൂബിൽ കയറി നോക്കിയാൽ അറിയാം. ആൻഡ്രസ് ബൈസോണി ഒരു ഇംഗ്ലീഷുകാരനാണ്. ആ മനുഷ്യൻ്റെ മിനിസ്ട്രിയിൽ തുടക്കമൊക്കെ ഭയങ്കര തീയായിരിക്കും. അതിനുശേഷം ഭയങ്കര അനോയിൻറ്റിങ് ആണ് ഹോളി സ്പിരിറ്റിൻ്റെ. അതിനുശേഷം അവസാനം ആ ക്ലിപ്പ് കണ്ടത് മനസ്സിലായി, എല്ലാവരും കൂടെ വന്ന് മുട്ടുകുത്തി സ്ത്രീ പുരുഷ ഭേദമന്യേ ആ ദൈവസാന്നിധ്യത്തിന് കൊതിച്ച് അവർ ചെയ്ത പാപങ്ങളെക്കുറിച്ചും വേദനയെ കൊണ്ടും അവർ ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ചും എല്ലാം ബോധ്യം വന്ന് അവരെല്ലാവരും ഒരുമിച്ച് ദൈവസാന്നിധ്യത്തിന് വേണ്ടി ദാഹിച്ച് എന്നോട് ക്ഷമിക്കണേ പാപബോധവും അനുതാപവും കൊണ്ട് അവർ കരഞ്ഞ് ദൈവസന്നിധിയിൽ അപേക്ഷിക്കുന്നത്. അന്നേരം നമുക്ക് കാണാം, പാപം ചെയ്തവൻ്റെയും ചെയ്യാത്തവൻ്റെയും മേൽ ഒരുപോലെ ദൈവസാന്നിധ്യം വരുന്നത്. അവരുടെ മേൽ നിന്ന് അവരെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിക്കുന്ന, അവരെ അങ്ങനെ ആക്കി തീർക്കുന്ന അടിമത്തത്തിൻ്റെ ചങ്ങലകൾ പൊട്ടുന്നത്, പൈശാചിക ശക്തികൾ വിട്ടുമാറുന്നവർ സ്വതന്ത്രനാകുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ ഒരുപാട് ദേവദാസന്മാരുടെ മിനിസ്ട്രിയിൽ നടക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ശരിയായ വണ്ണം ദൈവത്തിൻ്റെ വചനം ക്രിയ ചെയ്താൽ, അദ്ദേഹം വളരെ കൂളായിട്ട് സംസാരിച്ച് മിനിസ്റ്റർ ചെയ്യുന്നൊരു വ്യക്തിയാണ്. വളരെ നോർമലി സംസാരിച്ച് ഡീപ്പായിട്ട് പോയി മിനിസ്റ്റർ ചെയ്യുന്നൊരു വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കും. ശുദ്ധീകരണം നടക്കും.
ബലപ്പെടുത്തുന്ന നടക്കും. എപ്പോഴും നമ്മളിങ്ങനെ തീ പോലെ തുള്ളിച്ചാടിക്കൊണ്ട് നിൽക്കുന്നത് മാത്രമല്ല ശുശ്രൂഷ എന്ന് പറയുന്നത്. ശുശ്രൂഷ വ്യത്യസ്തമായ രീതികളിലുണ്ട്. എപ്പോഴും എൻ്റെ മേൽ ദൈവശക്തി വന്നില്ലെങ്കിൽ അതൊരു ശുശ്രൂഷയല്ല. അങ്ങനെയല്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം ഒരു വ്യക്തിയെ തൊടുന്ന വ്യത്യസ്തമായ നിലകളിലാണ്. ഏറ്റവും കംഫർട്ടബിളായ രീതിയിലായിരിക്കും കർത്താവിൻ്റെ സാന്നിധ്യം ഒരു വ്യക്തി അനുഭവിക്കുന്നത്. ഇവിടെ വായിച്ചതായ വചനം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിച്ചില്ല. ദൈവത്തിൻ്റെ ആദരവിന് അർഹനാകുന്നവനും ദൈവത്തിൻ്റെ ആദരവിന് അർഹതയില്ലാത്തതുമാകുന്ന അവസ്ഥകളുണ്ട്, സാഹചര്യങ്ങളുണ്ട്, സംഭവങ്ങളുണ്ട്, വ്യക്തികളുണ്ട്. ഒരു മനുഷ്യനായി നിങ്ങൾ പിറന്നുവെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കൊതിക്കേണ്ടത് ദൈവം എന്നെ ആദരിക്കണമെന്നുള്ളതാണ്. ദൈവം ആദരിച്ച ഒത്തിരി പുരുഷന്മാരെ, സ്ത്രീജനങ്ങളെ നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയും. ദൈവത്തിൻ്റെ ആദരവ് ഭയങ്കര സീരിയസ് ആയൊരു വിഷയമാണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ദൈവത്തിൻ്റെ ആദരവുള്ള ഒരു വ്യക്തിയെ മനുഷ്യൻ ആദരിക്കാതിരിക്കുന്നതിൽ പേടിക്കണം. ദൈവം ആദരിക്കുന്ന ഒരു വ്യക്തിയെ മനുഷ്യൻ നിന്ദിക്കുന്നത് ഭയപ്പെടണം. ദൈവത്തിൻ്റെ ആദരവ് പറ്റിയ ഒരു വ്യക്തിയെ മനുഷ്യൻ അകറ്റുന്നതിൽ ഭയപ്പെടണം. ദൈവത്തിൻ്റെ ആദരവ് പറ്റിയ ഒരു വ്യക്തിയെ മനുഷ്യൻ വിധിക്കുന്നതിൽ പേടിക്കണം. അവനെ വിധിച്ചിട്ട് നാവകത്തേക്ക് ഇട്ടിട്ടു എന്ന് പറയാം. കാരണം ദൈവം ഒരു വ്യക്തിയെ ആദരിച്ചാൽ അവന് ദൈവികമാകുന്ന സകല പ്രൊട്ടക്ഷനും ഘട്ടം ഘട്ടമായി പരിശുദ്ധാത്മാവ് കൊടുത്തുകൊണ്ടിരിക്കും. എൻ്റെ വാക്ക് ശ്രദ്ധിക്കണം. ഘട്ടം ഘട്ടമായി അവൻ്റെ വിശ്വസ്തതയ്ക്കൊത്തവണ്ണം ദൈവം കൊടുത്തുകൊണ്ടിരിക്കും. എല്ലാം കൂടെ നമ്മൾ പുട്ടുകുറ്റിന്ന് പുട്ടു തള്ളുന്ന പോലെ കർത്താവ് ഒരുമിച്ച് കൊണ്ട് ഇട്ട് തരത്തില്ല. ഘട്ടം ഘട്ടമായിട്ട് ദൈവം പണിയും, വളർത്തും. ഹല്ലേലൂയ, പ്രൈസ് ടു ജീസസ്. അപ്പോൾ നമ്പർ 1, ഒരു വ്യക്തിയിലേക്ക് ദൈവം ആദ്യം നൽകുന്നത് ആദരവാണ്. ഒരു ജോലിക്ക് ഒരു വ്യക്തി എടുത്തതിന് ശേഷം അവനെ ആദ്യം തന്നെ വലിയ കുറേ ഫയലുകളും കമ്പനിയുടെ അക്കൗണ്ടും സ്റ്റേറ്റ്മെൻറ്റും കമ്പനിയുടെ ക്രെഡിറ്റേഴ്സിൻ്റെ ലിസ്റ്റും എല്ലാം കൂടെ കൊണ്ട് ഇതാ പിടിച്ചോ എന്ന് പറഞ്ഞ് തലവഴി കൊണ്ട് ഇട്ട് കൊടുക്കുമോ? ആരെങ്കിലും ഇട്ട് കൊടുക്കുമോ? ഇല്ല. പിന്നെ എന്താ ചെയ്യുക? ട്രെയിനിങ് കൊടുക്കും. ട്രെയിനിങ്ങിനകത്ത് എന്താ സംഭവിക്കുക? ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം ആ മനുഷ്യന് മെല്ലെ ജോലി കൈകാര്യം ചെയ്യാൻ കൊടുക്കും. ആ ജോലി ചെയ്യുമ്പോൾ എന്താ ചെയ്യുക? മെല്ലെ വാച്ച് ചെയ്യും. ഏതെങ്കിലും ബോസ് ജോലി ചെയ്യുന്ന വ്യക്തിയുടെ മുമ്പിൽ വന്ന് 2 കണ്ണും തള്ളി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ? മാറി നിന്ന് വാച്ച് ചെയ്യും. മക്കളെ, നമ്മളെ മാറി നിന്ന് വാച്ച് ചെയ്യുന്ന ദൈവമുണ്ട്, മാറി നിന്ന് വാച്ച് ചെയ്യുന്ന ദൂതന്മാരുണ്ട്, മാറി നിന്ന് വാച്ച് ചെയ്യുന്ന ദൈവസഭയുണ്ട്, മാറി നിന്ന് വാച്ച് ചെയ്യുന്ന ചെറിയ ദൂതന്മാരും വലിയ ദൂതന്മാരും ഉണ്ട്. നമ്മളെ വാച്ച് ചെയ്യും. എന്തിനാണെന്നറിയാമോ? അടുത്ത ഘട്ടത്തിലോട്ട് പ്രൊമോഷൻ തരാൻ. ദൈവത്തിൻ്റെ ആദരവ് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ പ്രൊമോഷൻസ് ഉണ്ടാവും. മക്കളെ, ചിലപ്പോൾ നമ്മുടെ അന്യഭാഷയിലായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ പ്രെയർ ലൈഫിലായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ക്യാരക്ടറിലായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ മിനിസ്ട്രിയിലായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ഭൗതികമാകുന്ന നിലവാരങ്ങളിലായിരിക്കും. ദൈവം പ്രൊമോഷൻ തരും, നമ്മളെ പ്രൊമോട്ട് ചെയ്യും. ദൈവം നമ്മളെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ആരൊക്കെ നമ്മളെ പ്രൊമോട്ട് ചെയ്തില്ലെങ്കിലും, ആരൊക്കെ നമ്മളെ എൻകറേജ് ചെയ്തില്ലെങ്കിലും, ആരൊക്കെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്തില്ലെങ്കിലും, നമുക്ക് സ്പിരിച്വൽ ലൈഫിൽ മോട്ടിവേഷൻ തരുന്ന ഒരു ദൈവമുണ്ട്. ദൈവം വീണുപോയ ദൂതനെ സൃഷ്ടിച്ചത് വീഴ്ത്താൻ വേണ്ടിയിട്ടല്ല. വീണുപോയ ദൂതനെ, അതായത് സാത്താനെ സൃഷ്ടിച്ചത് വീഴ്ത്താൻ വേണ്ടിയിട്ടല്ല. ഞാൻ സൃഷ്ടിച്ചിട്ട് ഞാൻ തന്നെ അങ്ങ് വീഴ്ത്തിയിട്ട് ഞാൻ തന്നെ ദൈവമായിട്ടിരിക്കാം, അങ്ങനെയൊന്നും അല്ല. ദൈവം താങ്കളെ തിരഞ്ഞെടുത്തത് വീഴാനല്ല. ദൈവം താങ്കളെ പേർ ചൊല്ലി വിളിച്ചത് ഇടയ്ക്ക് തള്ളിയിട്ട് പിന്നെയും ഉയർത്തി, പിന്നെയും തള്ളിയിട്ട് പിന്നെയും ഉയർത്തി, അങ്ങനെ ഞാനൊരു ദൈവമാണെന്ന് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് കാഴ്ചവെച്ച് അതിനൊന്നും അല്ല. ദൈവം തിരഞ്ഞെടുത്തത് നീ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഹോ, ഈ ഒരു കഷ്ടതയും കൂടെ ദൈവം എനിക്ക് തരാൻ വേണ്ടിയിരുന്നു. എന്തിനാണോ എന്തോ ദൈവം എന്നെ ഇങ്ങനെയൊക്കെ കഷ്ടത തന്ന് പരീക്ഷിക്കുന്നത്. ആ ഒരു നന്മയും ദൈവം അങ്ങ് എടുത്തു, ആ ഒരു നന്മയും കർത്താവ് അങ്ങ് മാറ്റി.
എനിക്ക് വരാനുള്ള അനുഗ്രഹം കർത്താവിന് തടഞ്ഞിട്ട് എന്തിനാ? ദൈവത്തിന് നിറയാണ്ടിരുന്നിട്ടാണോ? അവൻ ദോഷങ്ങളാൽ ആരെയും പരീക്ഷിക്കുന്നില്ല. നിങ്ങളെ ഇന്റർവ്യൂവിന് പാസ്സാകാത്ത ആക്കിയത് ദൈവമല്ല. നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറഞ്ഞാൽ നന്മ തടഞ്ഞത് ദൈവമല്ല. നിങ്ങൾ അങ്ങനെ കരുതണം. പക്ഷേ നിങ്ങളുടെ മകനൊരു വിവാഹം വന്നിട്ട് ആ വിവാഹം മറ്റൊരു വ്യക്തിയിലേക്ക് പോയി ചേർന്നത് ദൈവമല്ല. അതിന്റെ കാരണം ദൈവം സാത്താനെ സൃഷ്ടിച്ചത് വീഴാനല്ല. ദൈവം വീണുപോയ ദൂതനെ സൃഷ്ടിച്ചത് വീഴ്ത്താനല്ല. അവനിൽ നിന്ന് തന്നെ ഉളവായ ഒരു വികാരം, ഒരു സ്വഭാവം അവനെ വീഴ്ത്തി. നിന്നെ ദൈവസന്നിധിയിൽ നിർത്തുന്നതും നിന്നെ ദൈവസന്നിധിയിൽ നിന്ന് അകറ്റുന്നതും നിന്നിൽ നിന്ന് തന്നെ ഉയരുന്ന സംഭവങ്ങളാണ്. ഗ്ലോറി ടു ജീസസ്. താങ്കളെ ദൈവസന്നിധിയിൽ മാന്യത ഉള്ളവനാക്കുന്നതും താങ്കളെ ദൈവസന്നിധിയിൽ മാന്യത കുറഞ്ഞവനാക്കുന്നതും നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്ന ഇമോഷൻസ് തന്നെയാണ്. ഹല്ലേലൂയ. പാപം ചെയ്യിക്കാൻ വേണ്ടി ദൈവം ഒരു മനുഷ്യനെ സൃഷ്ടിച്ചില്ല. ഇവിടെ ദൂതനെ കുറിച്ച് പറയുന്നല്ലോ. പാപം ചെയ്ത ദൂതന്മാരെ ദൈവം പാപം ചെയ്തിട്ടില്ല. മനുഷ്യനെ സൃഷ്ടിച്ചത് പാപമാണോ? പാപം ചെയ്ത ദൂതനെ സൃഷ്ടിച്ചതും പാപമാണോ? അല്ല. പക്ഷെ ദൂതൻ ചെയ്തതാണ് പാപം. മനസ്സിലായോ നിങ്ങൾക്ക്? ദൂതൻ ചെയ്ത പ്രവൃത്തിയാണ് പാപം. അതുകൊണ്ട് അവനെ ആദരിച്ചില്ല. ദൈവം ആദരിക്കാതിരിക്കും എന്താ സംഭവിക്കുന്നതെന്നറിയോ? ദൈവത്തിന്റെ സന്നിധി ഇത് മാറ്റും. ദൈവം എൻ്റെ കൂടെ ഇല്ല, കർത്താവ് എന്നെ കേൾക്കുന്നില്ല, ദൈവം എന്നെ കാണുന്നില്ലേ. ചിന്തിക്കുക. ദൈവത്തിന്റെ കണ്ണ് എല്ലായിടവും ഊടാടി സഞ്ചരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ദൈവം നോക്കാത്ത ഒരു ഏരിയയാണ് പാപം. നോക്കാൻ പറ്റത്തില്ല ദൈവത്തിന്, അതാ കാരണം. ഹല്ലേലൂയ. പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അടുത്ത സ്റ്റെപ്പിലേക്ക് ഞാൻ കയറുക. അന്ധതമസിന്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി. എത്ര വാക്കായി? അന്ധതമസിന്റെ ചങ്ങല, ബന്ധനം. ഒരു പാപം ചെയ്തു, ആദ്യത്തെ പ്രമോഷൻ പോയി, ദൈവത്തിന്റെ ആദരവ് നഷ്ടപ്പെട്ടു. അടുത്ത ഘട്ടത്തിലോട്ട് വന്നു അന്ധതമസ്, ജീവിതം മുഴുവൻ ഇരുട്ടുള്ളതായി മാറി. അടുത്ത ഘട്ടത്തിലോട്ട് വരുന്നു ചങ്ങലയിട്ടു, ബന്ധിക്കപ്പെട്ടു. അടുത്ത ഘട്ടത്തിലോട്ട് വീണ്ടും വരുന്നു നരകത്തിലായി. ഒന്ന് നോക്കിയേ, ചെയ്തതൊരു പാപം. കളിപോയ പോക്ക് നോക്കണേ. ആദ്യം ദൈവത്തിന്റെ മുമ്പിൽ നിന്ന് തന്നെ അവന്റെ സ്ഥാനം നഷ്ടമാകുന്നു. ഓ ഹല്ലേലൂയ. താങ്കളെ ദൈവസന്നിധിയിൽ നിന്ന് അകറ്റുന്നത് ഒരുപക്ഷെ ഒരു ചിന്തയായിരിക്കാം, അല്ലെങ്കിൽ ഒരു തീരുമാനമായിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്വഭാവമായിരിക്കാം. എന്താണ് സംഭവിക്കുക? നരകവും ചങ്ങലയും അന്ധതമസും ഒക്കെ അവിടെ നിൽക്കട്ടെ. ദൈവത്തിന്റെ കണ്ണിൽ നിന്ന് എന്റെ സ്ഥാനം നഷ്ടപ്പെടുന്നത് പോലെ നഷ്ടം എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റൊന്നില്ല. ഹല്ലേലൂയ. ദൈവം ആദരിക്കാത്ത ഒരു മനുഷ്യനോ, അങ്ങനൊരു പദവി എനിക്ക് വേണ്ട. എന്നോട് കൂടെ ചേർന്ന് എത്ര പേർക്ക് അത് പറയാൻ പറ്റും? ദൈവം ആദരിക്കാത്ത ഒരു പാസ്റ്റർ, അങ്ങനൊരു പദവി എനിക്ക് വേണ്ട. ജനമെല്ലാം അംഗീകരിക്കുന്നു, ദൈവം അംഗീകരിക്കാത്ത ഒരു പാസ്റ്റർ, അങ്ങനൊരു പദവി എനിക്ക് വേണ്ട. എത്ര പേർക്ക് അത് പറയാൻ പറ്റും? ദൈവം എല്ലാം അംഗീകരിക്കുന്ന ഒരു വ്യക്തിത്വം, ജനമെല്ലാം അംഗീകരിക്കുന്ന ഒരു വ്യക്തിത്വം, പക്ഷെ ദൈവത്തിന്റെ കണ്ണിൽ അത്ര പ്ലീസിങ് അല്ല, അത്ര പ്ലസന്റ് അല്ല, അത്ര ക്വാളിഫൈഡ് അല്ല. അങ്ങനെ ഒരു പദവി എനിക്ക് വേണ്ട. എത്ര പേർക്ക് എന്നോട് ചേർന്ന് പറയാൻ പറ്റും അത്? ഹല്ലേലൂയ. ഇത് കേൾക്കുന്നത് സാത്താൻ അലർജിയാണേ. ദൈവം അംഗീകരിക്കുന്ന ഒരു മനുഷ്യൻ, എന്നാൽ ജനത്തിന് അത്ര വലിയ സ്വീകാര്യതയൊന്നുമില്ല. ഐ ഡോണ്ട് മൈൻഡ്. ഹല്ലേലൂയ. എനിക്കതൊരു വിഷയമേ അല്ല എന്നൊന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. സഹോദരി, നീ നിന്റെ റൂമിൽ പ്രാർത്ഥിക്കുമ്പോ നീ നിന്റെ റൂമിൽ അംഗീകരിക്കപ്പെടാതിരിക്കുന്നുണ്ടോ? ഐ ഡോണ്ട് കെയർ എന്ന് പറഞ്ഞേ, ഐ ഡോണ്ട് മൈൻഡ് എന്ന് പറഞ്ഞേ. അതിനകത്ത് നീ വേദനിക്കുന്നെങ്കിലാണ് സാത്താന്റെ പ്രശ്നം. നിങ്ങൾ ഒരു മൊബൈലില് ക്രിസ്തീയ പ്രസംഗങ്ങൾ നിങ്ങൾ പ്ലേ ചെയ്ത് വെക്കുന്നു. അത് ചിലർക്ക് അത്ര സുഖകരമല്ല. നിങ്ങളത് കേൾക്കുന്നത്, നിങ്ങളത് ആസ്വദിക്കുന്നത്, നിങ്ങൾ അതിന്റെ കൂടെ പ്രാർത്ഥിക്കുന്നത്, വർഷിപ്പ് ചെയ്യുന്നത് ചിലർക്ക് ഇഷ്ടമല്ല. പക്ഷെ ദൈവത്തിന് പ്രസാദ. ഐ ഡോണ്ട് മൈൻഡ് എന്ന് പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. റൂംമേറ്റ് അംഗീകരിക്കുന്നതാണോ, ക്ലാസ്മേറ്റ് അംഗീകരിക്കുന്നതാണോ, എന്റെ ദൈവം അംഗീകരിക്കുന്നതാണോ ഏറ്റവും വലുത്? ദൈവം തഴയുന്നതാണോ, മനുഷ്യൻ തഴയുന്നതാണോ ഏറ്റവും വേദന? ഹല്ലേലൂയ.
ഹല്ലേലൂയ. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ അധികം പ്രാർത്ഥിക്കുന്നു, അംഗീകാരമില്ല. നിങ്ങൾ അധികം പ്രസംഗം കേൾക്കുന്നു, അധികം പ്രസംഗം കേൾക്കുന്നു, പക്ഷെ അംഗീകാരമില്ല. മക്കൾ പരിഹസിക്കുന്നു, ഹസ്ബൻഡ് പരിഹസിക്കുന്നു, വൈഫ് പരിഹസിക്കുന്നു, ഫ്രണ്ട്സ് പരിഹസിക്കുന്നു, പക്ഷെ നിന്നെ ദൈവം കാണുന്നു. നിനക്ക് ഏതാ വലുത്? ദൈവത്തിന്റെ ആദരവ്. മൈ ഗോഡ്, ഇൻ ദി നെയിം ഓഫ് ജീസസ്, ദൈവത്തിന്റെ ആദരവ്. ഞാൻ ഇന്ന് ഈ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്കറിയാം ഇതുവരെ ഇല്ലാത്ത ഒരു ദൈവിക പ്രസന്നത, ഇതുവരെ ഇല്ലാത്തൊരു ദൈവത്തിന്റെ സ്നേഹാഭിഷേകം, ഇതുവരെ ഇല്ലാത്തൊരു ദൈവ സാന്നിധ്യം ഇന്ന് ആരുടെയൊക്കെയോ മേൽ സ്വർഗം പകരുകയാണ്. എന്താണ് പരിഹാസത്തിന്റെ ഉദ്ദേശം? നിങ്ങൾ എന്തിനാൽ പരിഹസിക്കപ്പെട്ടോ അത് മേലെ ചെയ്യരുത്. അത് പാടിയതിനാണോ, പ്രാർത്ഥിച്ചതിനാണോ, അന്യഭാഷ പറഞ്ഞതിനാണോ, മെസ്സേജ് കേട്ടതിനാണോ, മീറ്റിംഗ് അറ്റൻഡ് ചെയ്തതിനാണോ പരിഹസിച്ചത്? എന്നാ മേലെ നീ അത് ചെയ്തേക്കരുത്. അതാണ് പരിഹാസിയുടെ ഉദ്ദേശം. ദൈവാത്മാവ് നിന്നോട് പറയുന്നു, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ നീ അയാളുടെ മുമ്പ് ഇരിക്കണ്ട. നിങ്ങൾ അയാളുടെ മുമ്പ് ഇരിക്കണ്ടെന്നേ. ഹല്ലേലൂയ. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. അതാ ഇന്നലെ നമ്മൾ സംസാരിച്ച കൂട്ടത്തിൽ കർത്താവ് ഒരു വാക്ക് പറഞ്ഞല്ലേ, അകലേണ്ട അടുത്ത് നിന്ന് അകന്നുകൊള്ളണമെന്ന്. സ്തോത്രം. ചേർന്ന് നിൽക്കേണ്ട സ്ഥലമുണ്ട്, അകന്ന് നടക്കേണ്ട ഇടമുണ്ട്. അപ്പൊ ദൈവം ആദരിക്കാത്ത മനുഷ്യൻ സാത്താൻ, ദൈവം ആദരിക്കാത്ത ദൂതൻ സാത്താൻ. കാര്യം എന്താ? പാപം ചെയ്തു. അപ്പൊ ദൈവത്തിന്റെ ആദരവിന് അർഹനാകാതെ ഇരിക്കുന്നത് ദൈവം പാപം എന്ന് പറയുന്നതാണ്. മനുഷ്യൻ വേറെ കുറെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് അത് പാപം, ഇത് പാപം, ഒയ്യോ അത് പാപം, ഇത് പാപം എന്നൊക്കെ ചൂണ്ടിക്കാണിക്കും. അതല്ല ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൈവം ചില കാര്യങ്ങൾ ശരിയാവണ്ണം ബൈബിളിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എന്താണ് പാപം? ഹല്ലേലൂയ. എന്താണ് തെറ്റ്? എന്താണ് അകൃത്യം? ദൈവം വ്യക്തമായിട്ട് ബൈബിളിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതാണ് പാപം. അല്ല 4 പേര് ചേർന്ന് നിന്ന് എന്തൊക്കെയോ കുറെയൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇതെല്ലാം പാപമാണെന്ന് പറയുന്ന പാപമാകത്തില്ല. ദൈവം പാപം എന്ന് പറയാത്തതാണെങ്കിൽ. സ്തോത്രം. ഇവിടെ വചനം വ്യക്തമായിട്ട് പറയുന്നു, പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിച്ചില്ല. അവരുടെ ജീവിതത്തിൽ അന്ധതമസ്സിന് അർഹനാക്കി, ചങ്ങലയ്ക്ക് അർഹനാക്കി. ശ്രദ്ധിക്കണേ, ചങ്ങലയ്ക്ക് അർഹനാക്കി. മൈറ്റി ഫാദർ ഇൻ ദ നെയിം ഓഫ് ജീസസ്. മക്കളെ, നമ്മുടെ ഈ പറയുന്ന അന്ധതമസ്സും ഈ പറയുന്ന ചങ്ങലയും, ശ്രദ്ധിക്കണേ, ഞാൻ പെട്ടെന്ന് നിർത്തും. ഈ പറയുന്ന അന്ധതമസ്സും ഈ പറയുന്ന ചങ്ങലയും അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ വരും. ചില കാര്യങ്ങൾ നമുക്ക് അറിയത്തില്ല, സിന്നാണെന്ന്, അത് ഇല്ലീഗലാണെന്ന്. നമ്മളെയും കൊണ്ട് സാത്താൻ അത് ചെയ്യിക്കും, പറയിക്കും, തീരുമാനം എടുപ്പിക്കും, ചൂസ് ചെയ്യിക്കും. എന്നിട്ടോ അവൻ എന്തിന് അർഹനായോ അതിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. സാത്താൻ പരാജയപ്പെട്ടവനാണെന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? സാത്താൻ പരാജയപ്പെട്ട മക്കളെ, നമ്മുടെ ജീവിതവും അക്ഷരീകമായി അങ്ങനെ ആക്കി തീർക്കത്തക്ക നിലയിൽ അവൻ മനുഷ്യനെ നടത്തും. സാത്താൻ പരാജയപ്പെട്ടവനാണ്, സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷെ അവൻ അല്പസമയം ഭൂമിയിലുണ്ട്, ആകെ കൂടെ അതേ ഉള്ളൂ അവനുള്ള മെച്ചം. അല്പസമയം. ഈ അല്പസമയം കൊണ്ട് അധികം ജനത്തെ അവനായ ചങ്ങലയ്ക്കകത്തേക്കും, അവനായ അന്ധതമസ്സിനകത്തേക്കും, അവനായ നരകത്തിനകത്തേക്കും സാത്താൻ ഇങ്ങനെ ആളെ കൂട്ടിക്കൊണ്ടിരിക്കുക. പക്ഷെ നിർഭാഗ്യം എന്ന് പറയട്ടെ, ഒത്തിരി ചെറുപ്പക്കാർ ആ ട്രാപ്പിനകത്ത് പെട്ടുപോയി. സുവിശേഷം കേട്ട് അവർ വിടുവിക്കപ്പെടും. ഹല്ലേലൂയ. ശ്രദ്ധിക്കണം, സാത്താനായതുപോലെ നിന്നെ ആക്കാൻ ശ്രമിക്കുന്നവനാണ് സാത്താൻ. ദൈവമായിരിക്കുന്ന പോലെ താങ്കളെ ആക്കാൻ ശ്രമിക്കുന്നവനാണ് ദൈവം. മനസ്സിലായോ? ദൈവമായിരിക്കുന്ന പോലെ നിങ്ങളെ ആക്കാൻ. ഇനി ഞാൻ തിരിച്ചു സംസാരിക്കാൻ പോവാ. അന്ധതമസ്സിനകത്തായ സാത്താൻ
നിന്നെയും അന്ധതമസ്, അന്ധകാരം അല്ലെങ്കിൽ ഇരുട്ട് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അതിൻ്റെ അകത്തേക്കാക്കാൻ ശ്രമിക്കുമ്പോൾ സാത്താൻ അതിനകത്തുനിന്ന് വീണ്ടെടുപ്പില്ല. പക്ഷെ നിനക്ക് അതിനകത്തുനിന്ന് വീണ്ടെടുപ്പുണ്ട്. ബിക്കോസ് ദൈവം നിന്നെ ആദരിക്കുന്നു. ദൈവം നിന്നെ ആദരിക്കുന്നു. ഹല്ലേലൂയ. ദൈവം നിന്നെ ആദരിക്കുന്നു. സാത്താനായ ചങ്ങലയ്ക്കകത്തുനിന്ന് ഇനി അവന് രക്ഷയില്ല. പക്ഷെ സാത്താൻ നിന്നെ ആക്കി വെച്ചിരിക്കുന്ന ബന്ധനങ്ങൾക്കകത്ത് നിന്ന് നിനക്ക് മോചനമുണ്ട്. കാരണം ദൈവം നിന്നെ ആദരിക്കുന്നു. തിരിച്ചറിയണം ഈ സത്യം. സാത്താനായിരിക്കുന്ന നരകത്തിനകത്ത് നിന്ന് ഇനി സാത്താന് രക്ഷയില്ല. കാരണം അത് അവനായിട്ട് ഒരുക്കിയതാണ്. പക്ഷേ ഈ വചനം കേൾക്കുന്ന സമയമെങ്കിലും റിപ്പന്റ് ചെയ്യാൻ താങ്കൾക്ക് മനസ്സുണ്ടെങ്കിൽ, ഒരു മടങ്ങി വരവിന് താങ്കൾക്ക് മനസ്സുണ്ടെങ്കിൽ, ആ നരകത്തിനകത്ത് നിന്ന് നിനക്കൊരു വിടുതലുണ്ട്. നീ ഒരു പക്ഷേ നരകത്തിലേക്കുള്ള യാത്രയിലായിരിക്കാം. ദൈവം വേണ്ട, പ്രാർത്ഥന വേണ്ട, വിശുദ്ധ ജീവിതം വേണ്ട, കൂട്ടായ്മ വേണ്ട, വേർപാട് വേണ്ട എന്നൊക്കെയുള്ള രീതിയിൽ ഇമോഷണലി അറ്റാക്ഡ് ആയിട്ട് ഇമോഷൻ അനുസരിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമായിരിക്കാം. എനിക്കെന്തായാലും സ്വർഗം ഒന്നും കിട്ടാൻ പോകുന്നില്ലെന്ന് നേരത്തെ സീലടിച്ച വ്യക്തിയായിരിക്കാം നിങ്ങൾ. നിങ്ങൾ തന്നെ തീരുമാനിച്ചുറച്ച്, നിങ്ങൾ തന്നെ പലവട്ടം നിങ്ങളുടെ ചിന്ത കൊണ്ട് പറഞ്ഞ് ഞാൻ സ്വർഗത്തിലൊന്നും പോകാൻ പോകുന്നില്ല, എൻ്റെ പ്രവൃത്തി ഇതൊക്കെയല്ലേ എന്ന് പറഞ്ഞിരിക്കുന്ന ചില വ്യക്തികൾ ഇതിനകത്തുണ്ട്. ഉണ്ട് ഉണ്ട് ഞാൻ നിങ്ങളോടാ പറയുന്നത്, നിനക്ക് രക്ഷയുണ്ട്. നിനക്ക് രക്ഷയുണ്ട്. കാരണം നരകം താങ്കൾക്കുള്ളതല്ല, ചങ്ങല താങ്കൾക്കുള്ളതല്ല, അന്ധകാരം താങ്കൾക്കുള്ളതല്ല. പിന്നെ എന്തുകൊണ്ട് മനുഷ്യൻ ഇപ്പോഴും അന്ധകാരത്തിനകത്ത് കിടക്കുന്നു? എന്തുകൊണ്ട് ഇപ്പോഴും ചങ്ങലക്കകത്ത് ഇട്ടതുപോലെ കിടക്കുന്നു? സ്വാതന്ത്ര്യമില്ല, രക്ഷയില്ല, സന്തോഷമില്ല, പ്രകാശമില്ല. സ്വർഗതുല്യമാണെന്ന് പറഞ്ഞ് നമ്മൾ പാട്ടുപാടുമ്പോഴും നരകതുല്യമായ ജീവിതത്തിനകത്ത് കിടക്കുന്നു. സത്യം നിങ്ങൾ അറിയുകയും അറിഞ്ഞ സത്യം താങ്കളെയും താങ്കളുടെ കുടുംബത്തെയും സ്വതന്ത്രമാക്കുകയും ചെയ്യും. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ചങ്ങലയ്ക്കകത്തുനിന്ന് രക്ഷയുണ്ടെന്ന് ഞാൻ പറഞ്ഞത്? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അന്ധതമസിനകത്ത് അത്ഭുത പ്രകാശം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നരകമല്ല സ്വർഗം തന്നെയാണെന്ന് ഞാൻ ഇത്ര ഉറപ്പിച്ചു പറഞ്ഞത്? നിങ്ങൾ ദൈവത്താൽ ആദരിക്കപ്പെടുന്നത് കൊണ്ടാണ്. നിങ്ങൾ ദൈവത്താൽ ആദരിക്കപ്പെടാതെ നിങ്ങൾ ഒരിക്കലും ഈ സന്ദേശം കേൾക്കില്ല. പ്രിയപ്പെട്ട കൂടപ്പിറപ്പേ, നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ കൂട്ടായ്മയ്ക്ക് അറ്റൻഡ് ചെയ്യില്ല. പ്രിയപ്പെട്ട കൂടപ്പിറപ്പേ, നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നില്ല, നിങ്ങളുടെ പ്രാർത്ഥനയൊന്നും കർത്താവ് കാണുന്നില്ല, നിങ്ങൾ ദൈവത്തിന് വാല്യുബിൾ അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് ഈ കൂട്ടായ്മ അറ്റൻഡ് ചെയ്യില്ല അമ്മാമേ. ഹല്ലേലൂയ. നിങ്ങളൊരു മിനിസ്ട്രിക്കുള്ള വ്യക്തി അല്ലെങ്കിലും, നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തിട്ടില്ലെങ്കിലും നിങ്ങൾ ഇന്ന് ഈ കൂട്ടായ്മ കാണില്ല. പ്രിയപ്പെട്ടവരെ, ദൈവം നിന്നെ ആദരിക്കുന്നു. ഈ ദൂത് ഞാൻ ആരോടൊക്കെയോ, ഞാൻ ഈ യൂട്യൂബിൽ കാണുന്ന, സൂമിൽ കാണുന്ന സകലരോട് ഞാൻ വിളിച്ചു പറയാണ്, ദൈവം നിന്നെ ആദരിക്കുന്നു. ഒരു ദൂതൂടെ ഞാൻ പറയാ, ദൈവം ആദരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവ് ഇന്ന് നിന്നെ വെറുക്കുന്ന എല്ലാവരും എന്നെ വെറുക്കുന്നു എന്നും അവരെന്നെ ആദരിക്കുന്നില്ലല്ലോ എന്നുള്ളതുമല്ല. ഒന്നുകൂടെ ക്ലാരിറ്റിയോടെ പറയാം. ദൈവം നിങ്ങളെ ആദരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവ് ഇന്ന് നിങ്ങളെ അംഗീകരിക്കാത്ത വ്യക്തികൾ നിങ്ങളെ അംഗീകരിക്കുന്നില്ലല്ലോ എന്നുള്ളതല്ല. പിതാവായ ദൈവം പുത്രനാകുന്ന യേശുക്രിസ്തുവിനെ ആദരിച്ചപ്പോഴും തന്റെ സഹോദരങ്ങൾ യേശുവിനെ അംഗീകരിച്ചിരുന്നില്ല. ശൗൽ എന്ന് പറയുന്ന ന്യായപ്രമാണവാദിയായ മനുഷ്യനെ പൗലോസാക്കി ദൈവം അംഗീകരിച്ചപ്പോഴും ഒരു കാലം ശൗലിന്റെ തോളോട് തോൾ കൈയിട്ട് നടന്ന, രാജകൊട്ടാരം വരെ ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്ന അത്രയും റാപ്പോയുള്ള ബന്ധമുള്ള പൗലോസിനെ പിന്നെ മറ്റാരും അംഗീകരിച്ചില്ല. ന്യായപ്രമാണവാദികൾ അംഗീകരിച്ചില്ല. ഹല്ലേലൂയ. അബ്രഹാമിനെ ദൈവം അംഗീകരിച്ചപ്പോ, അബ്രഹാമിന്റെ യാഗവും ദൈവം അംഗീകരിച്ചപ്പോ, അബ്രഹാമിന്റെ സഹോദരൻ ലോത്ത് അബ്രഹാമിനെ അംഗീകരിച്ചില്ല, വിട്ടേച്ചും പോയി. അതിന്റെ അർത്ഥം കൂടെ ഉണ്ടായിരുന്നവരും കൂടെ പിറപ്പ് പോലെ ഉണ്ടായിരുന്നവരും കൂടെ വിട്ടേച്ചു പോകുന്നു എന്ന് പറഞ്ഞ് ദൈവം താങ്കളെ ആദരിക്കാതിരിക്കുന്നില്ല. നിങ്ങൾക്ക് ദൈവത്തെ സ്നേഹിക്കാനൊരു മനസ്സുണ്ടോ? അനുസരിക്കാനൊരു മനസ്സുണ്ടോ? അംഗീകരിക്കാനൊരു മനസ്സുണ്ടോ? ഉയർച്ചയും വളർച്ചയും അംഗീകാരവും ഒന്നും ഇരിക്കുന്ന മനുഷ്യന്റെ കയ്യിലും കൊട്ടയിലൊന്നും അല്ല. അതൊക്കെ ദൈവത്തിന് വിട്ടുകൊടുക്കുക.
ദൈവത്തിന് വിട്ടു കൊടുക്കുക. ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്ത് നേടി? നോക്കല്ലേ, ജീവിതം പരാജയമായി പോകും. അങ്ങനത്തെ മനോഭാവമൊക്കെ കളയണം. സ്തോത്രം. പ്രാർത്ഥിച്ചിട്ട് എന്തോ കിട്ടി? നോക്കല്ല. ജാതികളാ നോക്കുന്നത്. നിനക്ക് പ്രാർത്ഥിക്കാൻ ഒരു കൃപയുണ്ടോ? പ്രാർത്ഥിച്ചേക്കുക. നടക്കേണ്ട കർത്താവ് ചെയ്തോളൂ. ഇന്ന് വൈകുന്നേരം എന്നെ ഒരാൾ വിളിച്ചായിരുന്നു പ്രാർത്ഥിക്കാൻ. അപ്പോൾ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു രീതിയിൽ ആശയമൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് എന്നോട് മേ ബി ഇപ്പോൾ ലൈവിലുണ്ടായിരിക്കണം ആ വ്യക്തി. എന്നോട് പ്രവചന ശബ്ദം ആവശ്യപ്പെട്ടു. അപ്പോൾ എനിക്കതത്ര സുഖമുള്ള പരിപാടിയല്ല. ഞാൻ പ്രവാചകനാണ്, പ്രവചിക്കും. പക്ഷെ പ്രാർത്ഥന അതിനു വേണ്ടി ആകരുത് എന്ന് നിർബന്ധമുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അത് നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും. എല്ലാ ദിവസവും നമ്മളോടുകൂടെ കൂട്ടായ്മ അറ്റൻഡ് ചെയ്യുന്നവർക്ക് മനസ്സിലാകും. ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രവചിക്കാൻ വേണ്ടിയിട്ടല്ല. ദൈവം എന്തെങ്കിലും ആലോചന പറഞ്ഞാൽ പറയാറുണ്ട്. പക്ഷേ ഇന്നൊരു വിഷയമുണ്ട്, അതിനെനിക്ക് ആലോചന പറഞ്ഞത്. സ്തോത്രം. ഇപ്പം എനിക്ക് അങ്ങനെയുള്ള കോൾസ് വളരെ കുറവാണ്. കാരണം ഏറെക്കുറെ നമ്മളെ കാണുന്ന വ്യക്തികളായതുകൊണ്ട് അയാളോട് വാക്ക് പറയുന്ന അയാൾക്ക് ഇഷ്ടമല്ല എന്ന് വ്യക്തമായിട്ട് ഇപ്പോൾ എല്ലാവർക്കും അറിയാം. ഞാൻ കുറച്ചൊന്ന് ഇതായിട്ട് ഞാൻ സംസാരിച്ചിട്ട് അവസാനം ഞങ്ങൾ നല്ല കൂട്ടായി. അപ്പോൾ പറഞ്ഞു, പാസ്റ്റർ ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ തന്നെയാണ്, ജസ്റ്റ് ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി, അതിൻ്റെ ആലോചന എനിക്ക് കേൾക്കണ്ട. എന്താണ് കാരണം? ഞാൻ പ്രാർത്ഥിച്ചാൽ മതി, അവിടെ വിടുതൽ നടക്കുമെന്ന് എനിക്കറിയാം. നിങ്ങൾ വിശ്വസിച്ചാൽ മതി, അവിടെ വിടുതൽ നടന്നോളൂ എന്ന് എനിക്കറിയാം. അതിനപ്പുറം പിന്നെ കിഴക്കുന്നാണോ വരുന്നേ, അതോ പടിഞ്ഞാറുന്നാണോ, അതോ രണ്ട് ദിക്കിൻ്റെ ഇടയിൽ നിന്നാണോ വരുന്നത് എന്നൊന്നും പറഞ്ഞു തരാൻ ദൈവം കയ്യിൽ കൊണ്ട് നടക്കുന്നില്ല. ഹല്ലേലൂയ. മോളുടെ വിവാഹത്തിന് എഞ്ചിനീയർ ആണോ വരുന്നത് അതോ ഡോക്ടർ ആണോ വരുന്നതെന്ന് പറഞ്ഞു തരാൻ കർത്താവിൻ്റെ പണി അതല്ല. സ്തോത്രം. പാലക്കാടാണോ ഞാൻ സ്ഥലം വാങ്ങാൻ പോകുന്നത് അതോ പട്ടാമ്പിയിലാണോ, ഇത് രണ്ടും അല്ലാതെ രാമേശ്വരത്താണോ എന്ന് പറഞ്ഞു തരാൻ കർത്താവ് ബ്രോക്കറല്ല. ദൈവത്തെ ബ്രോക്കറാക്കരുത്. ഹല്ലേലൂയ. ദൈവത്തിന് അർഹിക്കുന്ന വില കൊടുക്കുന്നവരെ എനിക്ക് വലിയ ഇഷ്ടമാണ്. പക്ഷെ കർത്താവിനെ ഒരു ജോത്സ്യനെ പോലെ എണ്ണുന്നത് എനിക്ക് ഭയങ്കര വെറുപ്പാണ്. സ്തോത്രം. കർത്താവിനെയും കർത്താവിൻ്റെ ദാസന്മാരെയും ആ കാര്യത്തിലൊക്കെ വളരെ സ്ട്രിക്റ്റ് ആണ് ഞാൻ. ഹല്ലേലൂയ. കാരണം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ദൈവം പറഞ്ഞു തന്നതാണ് ഞാൻ പഠിക്കുന്നത്. എന്നെ ദൈവം പഠിപ്പിച്ച കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. എനിക്ക് ദൈവം തന്നിരിക്കുന്ന വെളിപ്പാടുകളാണ് ഞാൻ സംസാരിക്കുന്നത്. ഇതിന് ആരുമായിട്ടും യാതൊരു ബന്ധവുമില്ല. എനിക്ക് കർത്താവ് എവിഡൻസ് സഹിതം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ അന്തരാത്മാവിൽ കർത്താവ് തരുന്ന കാര്യങ്ങൾ, അത് ഞാൻ ഒരു ഭയമില്ലാതെ വിളിച്ചു പറയും. ഹല്ലേലൂയ. അതിന് പിന്നെ നമ്മുടെ ഇവിടെ ആര് കൂടുന്നു, ആര് അംഗീകരിക്കുന്നു, ആരിഷ്ടപ്പെടുന്നു, അന്ന് എനിക്കൊരു വിഷയമേ അല്ല. ഞാൻ പറയേണ്ടത് പറയും. അപ്പോൾ ഇന്ന് വൈകിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. പിന്നെ ഭയങ്കരമായിട്ടും കൂട്ടുമായി. കാര്യം എന്താണെന്നറിയാമോ? അറിയാത്ത കാര്യങ്ങൾ നമ്മൾ അറിയുമ്പോഴാണ് നമ്മുടെ അകം പ്രകാശിക്കുന്നത്. ഇതെല്ലാം എനിക്കറിയാം എന്നുള്ള ലെവലിൽ ജീവിക്കുമ്പോൾ നമുക്ക് പിന്നെ ഒന്നും നിറയാനില്ലല്ലോ, നമ്മളെല്ലാം നിറഞ്ഞവരാണല്ലോ. പക്ഷെ ഞാൻ ഒന്നുമല്ല എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുന്നവനെ ദൈവത്തിന് നിറയ്ക്കാനുണ്ട്. ദൈവം ആദരിക്കുന്ന മനുഷ്യനായ മതിയെന്നേ. പ്രവാചകനാകണമെന്നില്ല, പ്രവാചകിയാകണമെന്നില്ല. ദൈവം ആദരിക്കുന്ന മനുഷ്യനായാൽ മതി. നീ അറിയാതെ പ്രവാചകന് പ്രവാചകിയാവും. നീ പറയുന്നത് ദൂതായിരിക്കും, നീ പറയുന്ന പ്രവചനമായിരിക്കും. ഹല്ലേലൂയ. ഇത് പ്രവാചകനാകാൻ വേണ്ടി തലയിട്ടുരുട്ടുമ്പോഴാണ് പ്രശ്നം നടക്കുന്നത്. പ്രവാചകിയാകാൻ വേണ്ടി നമ്മൾ ചാടുമ്പോഴാണ് പ്രശ്നം നടക്കുന്നത്. നിന്നുകൊടുക്കണോ? ദൈവസ്നേഹത്തിൽ നിന്നുകൊടുക്കുക. നമ്മൾ പ്രവചനമെന്നും ദൂതെന്നും ആലോചനയെന്നും, ആലോചന കേടാത്. ഈ ആലോചന അന്വേഷിച്ച് പോകുമ്പോൾ ഈ ആലോചന കെട്ടതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നും പറഞ്ഞ് നമ്മൾ പോകുമ്പോൾ ശരിയായ ദൈവസ്നേഹത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുന്ന പോലുമില്ല. സത്യമല്ലേ ഞാൻ പറഞ്ഞേ? സത്യമല്ലേ? ആരെങ്കിലും ദൈവസ്നേഹത്തെക്കുറിച്ച് ഓർത്തിട്ടാണോ എന്നാ പിന്നെ ഒരു ആലോചന ചോദിക്കാം എന്ന് ചിന്തിക്കുന്നേ? അല്ല. ദൈവത്തിന്റെ ആലോചനയ്ക്കകത്ത് കയറി നിന്നേ. ദൈവത്തിന്റെ ആലോചനയ്ക്ക് ഞാനൊക്കെ എന്തുമാത്രം ദൂത് കേട്ട വ്യക്തിയാണെന്നറിയാമോ? എന്തുമാത്രം പ്രവചന ശബ്ദം. പക്ഷെ ഈ പ്രവചന ശബ്ദം നടക്കാൻ വേണ്ടി ഞാൻ തലയിട്ടുരുട്ടിയപ്പോൾ ഒന്നും നടന്നിട്ടില്ല. ഹല്ലേലൂയ. പക്ഷെ ശരിയായ ദൈവസ്നേഹത്തെ ഞാൻ അറിഞ്ഞു തുടങ്ങിയപ്പോൾ പണ്ട് പറഞ്ഞ കാര്യങ്ങൾ പോലും നടക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അന്ന് ഞാൻ പഠിച്ച പാഠമായത്. ഇനി ഈ പണിക്ക് ഞാനില്ല.
അന്ന് എവിടെ പ്രൊഫറ്റ് എന്നൊരു പേര് കാണുമോ അവിടെ നമ്പർ എടുത്ത് കുത്തും ഞാൻ. എവിടെ ഒരാൾ ദൂത് പറയുന്ന അവിടെ നമ്പർ എടുത്ത് കുത്തും ഞാൻ. എന്തിനാ? ദൂത് കേൾക്കാനാ. അതിനകത്ത് ഞാൻ എങ്ങനെ ഒരുക്കപ്പെടണം, ഞാൻ എങ്ങനെ ആകണം, ഞാൻ ഏത് രീതിയിലാണ്, അതൊന്നും എനിക്ക് ചിന്ത പോലും ഇല്ല. എനിക്ക് അയാൾ പറയും പോലെ ഇവിടെ നടക്കണം. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ മാവെടുത്ത് കുറ്റിക്കകത്തിടും, തിരിച്ച് പിന്നെ പ്രതീക്ഷിക്കുന്ന പുട്ടായിട്ട് പുറത്ത് വന്നോണം. ഇത്രയേ ഉള്ളൂ. അതിനകത്ത് തീ കയറുന്നോ, അതിന്റെ പുട്ടുകുറ്റിക്കകത്ത് വെള്ളം വെച്ചോ ചില്ലിയിട്ടോ ഇതൊന്നും ഒരു ചിന്തയില്ല. ഇവിടെ പുട്ട് കിട്ടിക്കോണം, അത്രേ ഉള്ളൂ എന്ന് പറയുന്ന പോലെ. വെള്ളം ഒഴിക്കണോ, കഴുകണോ, ചില്ലിയിടണോ ഇതൊന്നും ചിന്തയില്ല. അയാൾ പറയുന്നത് ഇവിടെ നടക്കണം, ഈ ചിന്ത മാത്രമേ ഉള്ളൂ. മക്കളെ, നമ്മളാകേണ്ടതുപോലെ ആയാലേ പ്രവചനം നടക്കുകയുള്ളൂ. നമ്മൾ രൂപാന്തരപ്പെടേണ്ട പോലെ രൂപാന്തരപ്പെട്ടാലേ പ്രവചനം നടക്കുകയുള്ളൂ, ദൂത് നടക്കുകയുള്ളൂ, ആലോചന നടക്കുകയുള്ളൂ, ദൈവപ്രവൃത്തി വെളിപ്പെടുകയുള്ളൂ. ഞാൻ തീർത്ത് പറയുക ആ കാര്യം. ഹല്ലേലൂയ, പ്രൈസ് ഗാഡ്. ഇതിന് എത്രയാകാൻ ഭയങ്കര ശുദ്ധം വേണം, ഭയങ്കരമായിട്ട് ശുദ്ധമാകണം ഇതിൻ്റെ ഇത്രയും ഭാഗം. കർത്താവ് നോക്കുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ. ദൈവം ഇവിടെ മാത്രമേ നോക്കത്തുള്ളൂ. എനിക്കെന്തോരം വെളുപ്പുണ്ട്, എനിക്കെന്തോരം പ്രാഗൽഭ്യമുണ്ട്, എൻ്റെ നാവിന് തടിപ്പുണ്ടോ, മോശ ഇതൊന്നും നോക്കത്തില്ല കേട്ടോ. ഇതൊന്നും നോക്കത്തില്ല. മോശയ്ക്ക് തടിച്ച നാവാണോ ഒന്നും പറയില്ല. കർത്താവിന് മോശയെ ബോധിച്ചപ്പോൾ മോശ ഇങ്ങെടുത്തു. മോശയുടെ അടക്കം സഹിതം കർത്താവ് ഏറ്റെടുത്തേ. കളി എവിടെ പോയി, എവിടെ പോയി, കാര്യം എങ്ങോട്ട് പോയി? വേറെ ആരെ ചെയ്തു കർത്താവ് ഇതുപോലെ? വേറെ ആരെ ചെയ്തു കർത്താവ് ഇതുപോലെ? അടക്ക ശുശ്രൂഷ സഹിതം. ഹല്ലേലൂയ. ദൈവം ഒരു വ്യക്തിയെ ആദരിച്ചാലുണ്ടല്ലോ, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കുകൾക്കും അപ്പുറമാണ് കാര്യങ്ങൾ. ദൈവം ഒരു വ്യക്തിയെ ആദരിച്ചാലുണ്ടല്ലോ മക്കളെ, ഇപ്പം നിങ്ങളുടെ ജീവിതത്തിലുള്ള ഈ അസ്വസ്ഥതയും ഈ ആകുലതകളും ഈ റിജക്ഷൻസ് ഒന്നും നിങ്ങൾ കണക്കൂട്ട പോലും വേണ്ട. ദൈവം ഒരു വ്യക്തിയെ ആദരിക്കാൻ തുടങ്ങിയ, ഞാൻ പറയാൻ വെച്ചതിൻ്റെ പകുതിക്കും പകുതി പോലും ഞാൻ തൊട്ടിട്ടില്ല. പാപം ചെയ്ത ദൂതനെ ദൈവം ആദരിച്ചില്ല. ദൈവം ആദരിച്ചില്ല. അപ്പൊ ചിന്തിക്കേണ്ടത് ഇവിടെയാണ്. ദൈവം ആദരിച്ചില്ലെങ്കിൽ അടുത്ത വാക്ക് കിടക്കുക, അവനെ അന്ധതമസ്സിനകത്താക്കി ചങ്ങലക്കിട്ടു നരകത്തിലായി കാത്തുവെച്ചു. ഓ മൈ ഫാദർ. അപ്പൊ അന്ധകാരം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരുന്നതിന്റെ കാരണം ദൈവത്തിന്റെ ആദരവിന്റെ കുറവുണ്ടല്ലേ? ബന്ധനം ഒന്നിനുമേൽ വരുന്നതിന്റെ കാരണം ദൈവത്തിന്റെ ആദരവിന്റെ കുറവുണ്ടല്ലേ? നരകതുല്യമാകുന്ന രീതിയിൽ ജീവിതം പോകുന്നതിന്റെ പിന്നിൽ കർത്താവിന്റെ ആദരവ് പൂർണ്ണമാകുന്ന അളവിൽ വെളിപ്പെടാത്തൊരവസ്ഥയുണ്ടല്ലേ? അതിന്റെ പിന്നിലെ കാരണം പാപമാണെന്ന് ഒന്ന് പറയുന്നു. പിന്നെ നമ്മൾ മുമ്പോട്ടേക്ക് വായിക്കുമ്പം, പുതിയ നിയമത്തിലേക്കൊക്കെ പോകുമ്പോൾ പാപം മാത്രമല്ല ദൈവത്തിന്റെ ആദരവ് കുറയ്ക്കുന്നത്, അനുസരണക്കേട് കുറയ്ക്കുന്നു, ശ്രദ്ധക്കുറവ് കുറയ്ക്കുന്നു, ദൈവത്തിന്റെ വചനം പ്രമാണിക്കുന്നതിലുള്ള കുറവുകൾ വെളിപ്പെടുത്തുന്നു. സംസാരത്തിന്റെ പിഴവുകൾ വരുന്നു. മൈ ഗുഡ്നസ്. യാക്കോബിന്റെ കാര്യം പറയുമ്പോൾ, യാക്കോബിന്റെ ലേഖനം വായിക്കുമ്പോൾ അങ്ങനെയും കാണുന്നു. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ പത്രോസിന്റെ ലേഖനത്തിൽ പാപം എന്ന് മാത്രം അവിടെ അഡ്രസ് ചെയ്യുമ്പോൾ, പുതിയ നിയമ സുവിശേഷം മുതൽ ഇങ്ങോട്ടേക്ക് പരിശോധിച്ച് വന്നു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ആദരവ് കുറയ്ക്കുന്ന അസംഖ്യം ലിസ്റ്റുകൾ കാണാൻ പറ്റും. മൈ ഫാദർ. അപ്പൊ പിന്നെ എനിക്ക് ആരെ നോക്കി ഒന്ന് പഠിക്കാൻ പറ്റും? യേശുവിനെ മാത്രമേ നോക്കി പഠിക്കാൻ പറ്റൂ. കാരണം പൗലോസ് പോലും പറയുന്നു, ഞാൻ ഇച്ഛിക്കാത്ത തിന്മ ഞാൻ നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിലും ചെയ്തു പോകുന്നു. അപ്പൊ എല്ലാം തികഞ്ഞത് യേശു മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്കിന്ന് നിങ്ങളെ കാണിച്ചു തരാനും യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. നമുക്ക് അവിടേക്ക് നോക്കാം. കാര്യം എന്താ? അവിടേക്ക് നോക്കിയവർ പകുതി ഇരുട്ടിനകത്ത് കിടന്നു എന്നല്ല, പ്രകാശിതരായി എന്ന് പറഞ്ഞു. എനിക്ക് ആവശ്യം അന്ധകാരത്തിൽ നിന്നൊരു അത്ഭുത പ്രകാശമാണ്. ഞാൻ പർവ്വതങ്ങളിലേക്ക് കണ്ണുയർത്തി, എനിക്ക് ആര് സഹായം തരും? ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് എൻ്റെ സഹായം വരുന്നു എന്ന് വചനം പറയുമ്പോൾ ഞാൻ കർത്താവിങ്കിലേക്ക് നോക്കുന്നു. കാരണം എന്താ? എൻ്റെ സഹായം കെട്ടുകൾ അഴിഞ്ഞ് കർത്താവിന് വേണ്ടി നൃത്തം ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ബന്ധനം എനിക്ക് വേണ്ട. പിന്നെ ഞാൻ യേശുവിലേക്ക് നോക്കുന്നത്, എനിക്ക് വേണ്ടി നരകമല്ല ഒരുക്കി വെച്ചേക്കുന്നത്, എനിക്കൊരു സ്വർഗം ഒരുക്കി വെച്ചേക്കുന്നത്. നരകത്തിലേക്ക് എന്നെ ആരും ഇൻവൈറ്റ് ചെയ്യണ്ട, ഒരു ഭൂതങ്ങളും വരണ്ട, ഇവിടെ എടുക്കത്തില്ല. അപ്പൊ എനിക്ക് യേശു, ഞാൻ പോകുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാൻ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ വരികയില്ല. നമുക്ക് വേണ്ടി പോയത് എന്തിനാ? ഭവനമൊരുക്കാനാ, നരകമൊരുക്കാനല്ല.
എന്നെ ദൈവം നരകത്തിനായിട്ട് കാത്തു വെച്ചിരിക്കുന്നില്ല. സഹോദരി, നിന്നെ ദൈവം നരകത്തിനായിട്ട് കാത്തു വെച്ചേക്കുന്നില്ല. സഹോദര, നിന്നെ ദൈവം നരകത്തിനായിട്ട് കാത്തു വെച്ചേക്കുന്നില്ല. നീ ഇനിയിപ്പോ എത്ര കൊടും പാപം ചെയ്തിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി ആയാലും ശരി തന്നെയാണ്, ഈ വചനത്തിന്റെ മുമ്പിൽ താങ്കളെ സമർപ്പിക്കാനും താങ്കൾക്ക് മാനസാന്തരപ്പെടാനും ഒരു മനസ്സുണ്ടെങ്കിൽ പരാജയമല്ല, ശാപമല്ല, നരകമല്ല, നീ സ്വർഗത്തിന് അർഹനായിരിക്കും. കാരണം ഒരു മനുഷ്യന്റെ മുഴു പാപങ്ങൾക്ക് വേണ്ടി ഏകൻ യാഗമായി. ഇനി രൂപാന്തരപ്പെടുന്നവനെ കർത്താവിന്റെ സഭയോട് ചേർക്കും. ഹല്ലേലൂയ, പ്രൈസ് ടു ജീസസ്. ഞാൻ ഈ ഒരു കണ്ടന്റിലേക്ക് വരാൻ ഉദ്ദേശിച്ചതല്ല, പക്ഷേ എന്നെ കർത്താവ് കൊണ്ടുവന്നു. പലരുടെയും എനിക്കറിയാം ഒത്തിരി പേരുടെ മാനസികാവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, പലരും ഇപ്പോഴും വിചാരിച്ചേക്കുന്നത് എന്നെ ഒന്നും സ്വർഗത്തിന് കൊള്ളത്തില്ല, എന്നെ ഒന്നും കർത്താവ് ഉപയോഗിക്കത്തില്ല, എന്നെ ഒന്നും കർത്താവ് തിരഞ്ഞെടുക്കത്തില്ല. അതൊക്കെ ഭയങ്കര വിശുദ്ധന്മാർക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ച്. ആരാണ് വിശുദ്ധൻ? എൻ്റെ കർത്താവും രക്ഷകനുമാകുന്ന യേശു അല്ലാതെ ആരാണ് വിശുദ്ധൻ? ഇനി വിശുദ്ധനായിട്ടുണ്ടെങ്കിൽ, ആകുന്നുണ്ടെങ്കിൽ, അത് യേശുവിനെ അറിഞ്ഞ് പാപകരമായ ജീവിതത്തിൽ നിന്ന് ക്രിസ്തുവിന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം അവിടുന്ന് നമ്മെ ആക്കിയിട്ടുണ്ടെങ്കിൽ ആകുന്നതാണ് വിശുദ്ധൻ. നിന്റെ പാപം എത്ര കടും ചുവപ്പാണെങ്കിലും അത് ഹിമം പോലെ വെളുക്കും. രക്താംബരം പോലെയാണെങ്കിലും അത് പഞ്ഞി പോലെ ആയിത്തീരും. ഹല്ലേലൂയ. ദൈവം ആദരിച്ചാൽ നിന്റെ പാപം മാറും, ശാപം മാറും, ദുഃഖം മാറും, ദുരിതം മാറും, കടം മാറും, രോഗം മാറും, ക്ഷീണം മാറും, ആളെ മാറിപ്പോവും. ഹല്ലേലൂയ. ഇത് ദൈവം എനിക്ക് തന്ന ഉറപ്പാ. റുഹബശമ്മ. നിങ്ങളുടെ ജീവിതമൊന്നും ഒരു മനുഷ്യന് മാറ്റാൻ പറ്റത്തില്ല. നിങ്ങളുടെ ജീവിതമൊന്നും ഒരു മനുഷ്യന് മാറ്റാൻ പറ്റത്തില്ല. പരിമിതിയുണ്ട്, പക്ഷെ ദൈവത്തിനോ പരിമിതിയില്ല. നിങ്ങളെ ഒന്നും ആർക്കും ഒരു മനുഷ്യന്റെ വാക്കുകൾക്ക് ആശ്വസിപ്പിക്കാൻ പറ്റത്തില്ല. പരിമിതിയുണ്ട്. ദൈവത്തിന്റെ വചനത്തിനോ ബന്ധനമില്ല. ദൈവം നിന്നെ ആദരിക്കാൻ തുടങ്ങിയാൽ നിന്നെ അവഗണിച്ചവർ പോലും വന്ന് മുമ്പിൽ വണങ്ങി നിൽക്കും. ആരും വണങ്ങാനൊന്നും വേണ്ടി നമ്മൾ ദൈവത്തെ കൊണ്ട് ആദരിപ്പിക്കണ്ട. ദൈവം ആദരിച്ചാൽ നിന്നെ അവഗണിച്ചവർ പോലും മുമ്പിൽ വന്ന് വണങ്ങി നിൽക്കും. ദൈവം അംഗീകരിച്ചാൽ നിങ്ങളെ അംഗീകരിക്കാത്തവർ പോലും നിങ്ങൾ അംഗീകരിക്കുന്ന ഒരു സീസൺ ദൈവം കൊണ്ടുവയ്ക്കും. അങ്ങനെ ഒരു ടൈം കർത്താവ് കൊണ്ടുവരും. നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നു? പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കട്ടെ. അന്ധതമസിന്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാപ്പാൻ ഏൽപ്പിച്ചു. എന്നാൽ എന്നെ കർത്താവ് ഏൽപ്പിച്ചേക്കുന്നു. നമുക്കൊരു വാക്യം കൂടെ വായിച്ച് പ്രാർത്ഥിക്കാം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. റോമർക്ക് എഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായം. റോമർക്ക് എഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം നോക്കിയ. റോമർക്ക് എഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം. റോമർ 11:17. കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടൊലിവായ നിന്നെ അവയുടെ ഇലയിൽ ഒട്ടിച്ചു ചേർത്ത് ഒലിവ് മരത്തിന്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയായി തീർത്തു എങ്കിലോ കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നുവെങ്കിൽ നീ വേരിനെയല്ല നിന്നെയത്രേ ചുമക്കുന്നത് എന്ന് ഓർക്ക. നിന്നെയത്രേ ചുമക്കുന്നത് എന്ന് ഓർക്ക. 10:9 കൂടെ ഒന്ന് വായിച്ചേ. റോമർക്ക് എഴുതിയ ലേഖനം 10:9. നിന്നെ ചുമക്കുന്നു എന്ന് ഓർക്ക. യേശുവിനെ കർത്താവ് എന്ന് വായിക്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ദൈവം അംഗീകരിക്കുന്ന മനുഷ്യൻ രക്ഷിക്കപ്പെടുന്ന മനുഷ്യനാണ്. വായിക്കൊണ്ട് ഏറ്റുപറയുന്ന മനുഷ്യനാണ്. നിങ്ങൾ ഇന്ന് ഈ കർത്താവിനെ അംഗീകരിക്കുന്നതിൻ്റെ തെളിവാണ് നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്നത്, നിങ്ങൾ ഈ കൂട്ടായ്മയിലായിരിക്കുന്നത്.
ദൈവം നിന്നെ അംഗീകരിച്ചാൽ നീ ദൈവപുത്രനാണ്, ദൈവപുത്രിയാണ്. ഒടിഞ്ഞുപോയ ചില്ലിയെ കൊമ്പുകളോടുകൂടെ ചേർത്തൊട്ടിക്കാൻ ഒരുവന് ഇഷ്ടം തോന്നിയാൽ നിന്നെ അംഗീകരിക്കുന്നു, നിന്നെ ആദരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. പ്രശംസിക്കാൻ എനിക്കൊന്നുമില്ല, എന്നെ ചുമക്കുന്നത് വേരാണ്. എൻ്റെ വേരായ ക്രിസ്തുവിൽ ഞാൻ ചേർന്ന് നിൽക്കുന്നിടത്തോളം കാലം ഞാനും നിങ്ങളും അപൂർണനല്ല, പൂർണ്ണമാണ്. ഒരു മരത്തിലെ അംഗങ്ങളാണ്. ഹല്ലേലൂയ. മുഴുമരത്തിനെയും പിടിച്ചു നിർത്തുന്നത് വേരാണ്. ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തെ, പല കാരണങ്ങളാൽ നിങ്ങൾ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, അകന്നു പോയിട്ടുണ്ടെങ്കിൽ, ഒരാദരവിന് വേണ്ടി കർത്താവ് നിന്നെ ക്ഷണിക്കുമ്പോൾ എന്തോ പുതിയതെന്തോ ഒരു പകർച്ച നിന്റെ മേൽ സ്വർഗം പകർന്ന് നിന്നെ ദൈവം സ്നേഹിക്കുന്നു എന്ന് ദൈവം ഉറപ്പിക്കാൻ പോവുക. ഇന്ന് വിശ്വാസമുള്ളവർ ഇതിനകത്തുണ്ടെങ്കിൽ, വിശ്വസിക്കുന്ന ആരെങ്കിലും ഇന്ന് ഇതിനകത്തുണ്ടെങ്കിൽ, അവർ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ദൈവസന്നിധി പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. കർത്താവ് നിങ്ങളെ അംഗീകരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ദൈവത്തിൻ്റെ ആദരവ് വന്നാൽ നിന്റെ അംഗീകാരം മാറും. ഞാനിത് ആരോട് പ്രവചിച്ച് സംസാരിക്കുന്നത് പോലുണ്ട്. ദൈവത്തിൻ്റെ ആദരവ് വന്നാൽ സുഹൃത്തെ, ദൈവത്തിൻ്റെ ആദരവ് വന്നാൽ നിന്റെ അംഗീകാരം മാറും. In the mighty name of Jesus. ദൈവം ആദരിക്കുന്ന ചില വ്യക്തിത്വങ്ങൾ ഇതിനകത്തുണ്ട്. നാട്ടുകാരംഗീകരിച്ചില്ലെങ്കിലും, വീട്ടുകാരംഗീകരിച്ചില്ലെങ്കിലും, ജോലി സ്ഥാപനത്തിൽ നിന്നെ ആരും അംഗീകരിച്ചില്ലെങ്കിലും, വീട്ടുടയവർ നിന്നെ അംഗീകരിച്ചില്ലെങ്കിലും, ഇന്ന് ദൈവം അംഗീകരിക്കുന്ന ചില വ്യക്തിത്വങ്ങൾ. ഞാനൊന്നും കൂടെ പറയുന്നു, ദൈവത്തിൻ്റെ അംഗീകാരം ചിലരുടെ മേൽ വരാൻ പോകുന്നു. ഈ വചനം ആരെയോ അപ്രകാരം പണിതെടുത്തിട്ടുണ്ട്. പ്രാർത്ഥിച്ചേ. ചിലരുടെ മേൽ കർത്താവിൻ്റെ അദൃശ്യകരം വരും കേട്ടോ. കർത്താവ് നിന്നെ തൊടുവേ. എനിക്ക് വിശ്വാസമുണ്ടേ, ദൈവം നിങ്ങളെ തൊടുവേ. എൻ്റെ അടുത്ത് ദൈവം പോലും വരുന്നില്ലല്ലോ. ഞാൻ രാത്രി പ്രാർത്ഥിച്ചിട്ട് കിടക്കും, കർത്താവേ എൻ്റെ അടുത്ത് വരണേ. എൻ്റെ അടുത്ത് ദൈവം പോലും വരുന്നില്ലല്ലോ. പറയുന്ന ചില വ്യക്തികൾ ഇതിനകത്തുണ്ട്. അവരോട് കർത്താവിൻ്റെ ആത്മാവിൽ ഞാൻ പറയുന്നു, ദൈവം നിന്നെ തൊടുവേ. ഇന്ന് ഈ മീറ്റിങ്ങിന് ആശീർവാദം പറയുന്നതിന് മുൻപേ കർത്താവ് നിന്നെ തൊടും. ശബ്ദലാഭ. എനിക്ക് ദൈവം തരുന്ന നിയോഗത്തോടെയാണ് ഞാൻ ഈ ഓരോ വാക്കുകളായിട്ട് പറയുന്നത്. എനിക്ക് കർത്താവ് തരുന്ന നിയോഗം. എന്നെ കാണാൻ കർത്താവ് പോലും വരുന്നില്ലല്ലോ. തോന്നല. കർത്താവേ, ഇതിനകത്ത് കാണുന്ന ജനത്തെ തൊട്ടാട്ട്. ദൈവം ആദരിക്കുന്ന മനുഷ്യരാകുന്നുവല്ലോ ഇതിനകത്തുള്ളത്. തൊടുക പിതാവേ അവരെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. തൊടുക പിതാവേ. ഇപ്പോൾ രോഗികളായിരിക്കുന്ന, രോഗബാധിതരായിരിക്കുന്നവരുടെ മേൽ ഇതാ യേശുവിൻ്റെ കൈവന്ന് തൊടുക. ദൈവം നിന്നെ അംഗീകരിക്കുന്നു കേട്ടോ. ദൈവം നിന്നെ അറിയുന്നു. ദൈവം ആദരിക്കുന്ന മനുഷ്യനെ ദൈവം അറിയുന്നു എന്നുള്ളതാണ്. ദൈവം ആദരിക്കുന്ന മനുഷ്യനെ ദൈവം അറിയുന്നു. ഹേയ്, നീ കടന്നു പോകുന്ന വേദനകൾ, അസ്വസ്ഥതകൾ, അവഗണനകൾ, ക്ഷീണങ്ങൾ ദൈവം അറിയുന്നു. ഓ ജീസസ്. ഇതിനെ ആർക്കും മനസ്സിലാകുന്നില്ലെങ്കിലും അറിയുന്നില്ലെങ്കിലും സുഹൃത്തെ, നിന്നെ ദൈവം അറിയുന്നു. അറിയുന്ന ദൈവം നിന്നെ തൊടുന്നു. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഇതിനകത്ത് അന്ധകാരത്തിനകത്ത് കിടക്കുന്ന ജനം ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സ്പർശിക്കപ്പെടട്ടെ. Right now, shall brakata la braka sata la braba rikata ya rikaba latoro satel braholi in the mighty name of Jesus. തൊടട്ടെ. രോഗബന്ധനങ്ങൾ അഴിഞ്ഞു തുടങ്ങട്ടെ. അന്ധകാര കെട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ അഴിയട്ടെ. കെട്ടുകൾ പൊട്ടട്ടെ.
അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ, യെസ്, ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്, ദൈവം ആദരിക്കുന്ന മനുഷ്യനിൽ നിന്ന് സകല ഇരുട്ടും മാറട്ടെ. ഡിപ്രഷൻസ് യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. ആങ്സൈറ്റി വിട്ടുമാറട്ടെ. മാറി മാറി വരുന്ന രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഔട്ട്. ഓ കർത്താവ് തൊടുന്നല്ലോ. താങ്ക് യു ജീസസ്. In the name of Jesus. എന്നോട് കർത്താവ് പറയുന്നത്, ഈ സ്നേഹം ആഗ്രഹിച്ചിട്ട് സ്നേഹം കിട്ടാതെ ഭയങ്കരമായിട്ട് മാനസികമായി മുറിവേറ്റ ചില വ്യക്തികൾ ഇതിനകത്തുണ്ട്. സ്നേഹം ആഗ്രഹിച്ചിട്ട് സ്നേഹം കിട്ടാതെ ഒരു കയ്പിന്റെ സ്വഭാവമായി പോയ ചില വ്യക്തികൾ. നിങ്ങൾക്ക് കിട്ടുന്നില്ല, അതുകൊണ്ട് നിങ്ങളും കൊടുക്കുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്ന ചില വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുകയാണ് ഈ സമയം. അതൊരു തരം മാനസിക അവസ്ഥയാണ്. ആ മാനസികാവസ്ഥയെ കർത്താവ് ക്യാൻസൽ ചെയ്യുകയാണ്. എന്നോട് ഇങ്ങനെയല്ല, എന്നാൽ പിന്നെ ഞാനും അങ്ങനെ നിൽക്കുന്നുള്ളൂ. ആ ഒരവസ്ഥ, അതൊരു മാനസികാവസ്ഥയാണ്. ആ അവസ്ഥയെ കർത്താവ് ക്യാൻസൽ ചെയ്യുകയാണ് ഇപ്പോൾ. ഈ സ്നേഹത്തിനകത്ത് അസുഖം ബാധിച്ച ചില വ്യക്തികൾ, യെസ്, സ്നേഹത്തിനകത്ത് അസുഖം ബാധിച്ച വ്യക്തികൾ, അവരെ കർത്താവ് ഇപ്പോൾ ഹീൽ ചെയ്യുകയാണ് യേശുവിന്റെ നാമത്തിൽ. കംപ്ലീറ്റ് ആയിട്ട് ആ അവസ്ഥ ക്യാൻസൽ ആകട്ടെ. യേശുവിന്റെ ദിവ്യ സ്നേഹം അവരുടെ ഉള്ളിലേക്ക് പ്രവേശിക്കട്ടെ. Right now. ഓ, എനിക്ക് കാണാം ചില വ്യക്തികളെ കർത്താവ് തൊടുന്നല്ലോ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹോളി സ്പിരിറ്റ്. പിതാവേ, ഞാൻ ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഈ ജനത്തെ ഇത്രത്തോളം സ്നേഹിക്കുന്നതിനായി, ഇത്രത്തോളം അവിടുന്ന് ഇവരെ ബലപ്പെടുത്തുന്നതിനായി ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. പ്രത്യേകാൽ യൂട്യൂബിൽ ഞങ്ങളെ കാണുന്ന ദൈവജനം, കർത്താവേ, ഞങ്ങൾ അവർക്കായി യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ യൂട്യൂബിൽ കാണുന്ന ഓരോ വ്യക്തികളെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നു. ഇവരുടെ മേൽ കർത്താവിന്റെ സൗഖ്യത്തിന്റെ കരം തൊടണമേ. ഓരോ വ്യൂവേഴ്സിന്റെയും ജീവിതത്തെ പരിശുദ്ധാത്മാവ് പണിതെടുക്കണമേ. ഓരോ വ്യൂവേഴ്സിന്റെയും സ്പിരിച്വൽ തലങ്ങളെ യേശു തൊടണമേ. ഇവരെ കെട്ടിയിരിക്കുന്ന കയറുകൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. കൽപ്പിക്കുകയാണ്. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, എല്ലാ മഹത്വം അങ്ങേക്ക്, യേശുവിൻ നിസ്തുല്യമായ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഭയങ്കരമാകുന്ന ദൈവിക സ്പർശനങ്ങൾ ഇന്ന് നടന്നിട്ടുണ്ട്. നിസ്സംശയം എനിക്ക് പറയാൻ പറ്റും. ഒരുപാട് പേരുടെ ജീവിതത്തെ കർത്താവ് സന്ദർശിച്ചിട്ടുണ്ട്. ദൈവം ഭയങ്കര വിടുതലുകളാണ് ഇപ്പോൾ അയച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാനസികമായും ശാരീരികമായും ഭൗതികമായും ആത്മീയമായും സംഭവിച്ച വിടുതലിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ക്രിസ്തുവിൽ നിലനിൽക്കുക ദൈവമക്കളെ. ഈ ലോകത്തിൽ നമുക്കൊന്നുമില്ല, ഒന്നുമില്ല. എന്തുണ്ടെന്ന് പറഞ്ഞാലും അതെല്ലാം നമ്മൾ ഇവിടെ ഉപേക്ഷിച്ച് പോകേണ്ടി വരും. എല്ലാം, നമ്മുടെ തലമുടി വരെയും ഇവിടെ ഉപേക്ഷിച്ച് പോകേണ്ടി വരും. സോ ഉയരത്തിലുള്ളതിന് വേണ്ടി കൊതിക്കുക, പ്രാർത്ഥിക്കുക, കൂട്ടായ്മ ആചരിക്കുക. എപ്പോഴും നല്ല ഒരു ദൈവസ്നേഹിയായി വളരാൻ നിങ്ങൾ ശ്രമിക്കുക. ഞങ്ങളെ ഓർത്തും നിങ്ങളും പ്രാർത്ഥിക്കുക. കാരണം എല്ലാ ദിവസവും നിങ്ങളെ ഓർത്ത് ഞങ്ങളിവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. സോ നമ്മൾ തമ്മിൽ ഒരുപക്ഷെ പരസ്പരം അറിയാത്തവരും അറിയുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷേ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ മീറ്റിങ്ങിനെ കുറിച്ച് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം. എങ്കിലും പുതിയതായിട്ട് ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടാവുമല്ലോ, അവരുടെ അറിവിലേക്കായിട്ട് പറയുന്നു. എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്കും നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ, ഈ ചാനലിൽ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം ശുശ്രൂഷിക്കപ്പെടുന്നു. പറ്റുമ്പോഴൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്യുക. എല്ലാ ദിവസവും ജോയിൻ ചെയ്യുക. മറ്റുള്ളവർക്ക് കൂടെ അറിയിച്ചു കൊടുക്കുക, അയച്ചു കൊടുക്കുക. ദൈവം അതിനൊക്കെയുള്ള നന്മ നിങ്ങൾക്ക് തരും. ദൈവം നിങ്ങളെ ബ്ലസ് ചെയ്യും. അനേകർക്ക് ഇതൊരു അനുഗ്രഹമായി മാറുമ്പോൾ നിങ്ങൾക്കും നിശ്ചയമായിട്ട് ഇതൊരു അനുഗ്രഹമായി മാറും. ഓക്കെ, ഗോഡ് ബ്ലസ് യു. നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ അത്യുന്നതൻ്റെ ചിറകിൻ്റെ കീഴിൽ കർത്താവ് നമ്മെ സൂക്ഷിക്കട്ടെ.